ാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു 30 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു 30 മിനിറ്റ് ആയിട്ട് മാറിയേക്കാം. യെസ്, ഹാപ്പി വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ്. അതായത് നമുക്കറിയാം, സന്തോഷമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. സന്തോഷം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? നല്ല സമാധാനം വേണം, നല്ല ആരോഗ്യം വേണം, അതുപോലെ തന്നെ സമ്പത്തും വേണം. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ പണ്ടത്തെ പോലെയല്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഇന്ന് ലോകം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പ്രിഷ്യസ് ആയിട്ടുള്ള ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറയാം. ഒന്ന്, ഫ്യൂച്ചറിസ്റ്റിക് ഇൻഡസ്ട്രി ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഇതൊരു വളരുന്നൊരു മേഖലയാണോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത് പറയുന്നത്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തുമായിക്കോട്ടെ അത് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണോ എന്നും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ഇനി നമ്മുടെ പ്രീഷ്യസ് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം, ഒരു ഫൈനാൻഷ്യൽ റവല്യൂഷൻ ഇൻ ഇന്ത്യ ഒരു 2000 കാലഘട്ടത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം 70% മിഡിൽ ക്ലാസ്സിലായിരുന്നു ആൾക്കാർ ഉണ്ടായിരുന്നത്. വെറും 20% ലോവർ ക്ലാസ്സും, എന്നാൽ 10% വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമാണ് അപ്പർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ പണക്കാരായിട്ടുണ്ടായിരുന്നത് ഒരു 2000 കാലഘട്ടത്തിലൊക്കെ. പക്ഷെ ഇന്ന് നമുക്കറിയാം, ടെക്നോളജി പരമായിട്ടും മൊത്തത്തിൽ ലോകം മൊത്തം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു 2035 കയറി വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 40% ഹൈ ക്ലാസ് ജനിക്കാൻ വേണ്ടി പോവുകയാണെന്നുള്ളതാണ്. എന്നാൽ 60% ഓർഡിനറി ക്ലാസ്സും ഇവിടെ നടക്കാൻ വേണ്ടി പോവുകയാണ്. ഓർഡിനറി ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സും അല്ല, എന്നാൽ ലോവർ ക്ലാസ്സും അല്ല. ഇത് ഞാൻ കൂടുതലായി നിങ്ങൾ പറഞ്ഞ ആവശ്യമില്ല. കാരണം ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. എസ്പെഷ്യലി ഇന്ത്യ. കാരണം പല രാജ്യങ്ങളും വികസിതമായിട്ടുണ്ടെങ്കിലും ഇന്ത്യ നിലവിൽ ആയി വരുന്നുള്ളൂ. ഒരു 2035 ആകുമ്പോൾ ഞാൻ ഒരുപാട് പ്രൊജക്റ്റുകളെ പറ്റിയൊക്കെ ജസ്റ്റ് പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഉഡാൻ പ്രൊജക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് മിനിയേച്ചർ എയർപോർട്ടുകളൊക്കെ ഗവൺമെന്റിന്റെ നെക്സ്റ്റ് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. വന്ദേ ഭാരത്, എക്സ്പ്രസ് വേ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കിഡ്സ് എഡ്യൂക്കേഷൻ, ഫോറിൻ ട്രോ, ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം? സാമ്പത്തികം വേണം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഏത് മേഖല ചെയ്തോളൂ, ഈ ചെയ്യുന്ന എന്ത് മേഖല ചെയ്താലും ഈ പറയുന്ന ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ 40% ഹൈ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം, ഇന്ത്യൻ എക്കണോമിക് സർവേ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 20 വർഷം കൂടുമ്പോഴും ഒരു 0 വർധന ഉണ്ടാവും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അതായത് ഒരു കുടുംബത്തിന് 1920 മുതൽ 1940 വരെ ഒരു 20 വർഷം ജീവിക്കുക, 20 വർഷ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിന് മാന്യമായിട്ട് ജീവിക്കാൻ 1 രൂപ മതിയായിരുന്നു എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന കണക്ക്. എന്നാൽ 1940 കഴിഞ്ഞ് 60 ആയപ്പോൾ, അതായത് ഒരു 20 വർഷം പിന്നിട്ടപ്പോൾ ഒന്നിന്റെ വലതുവശത്ത് ഒരു 0 വർധന ഉണ്ടായി. അതായത് 10 രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുടുംബത്തിന് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തി. 1960 കഴിഞ്ഞ് 80 ആയപ്പോൾ, അതായത് വീണ്ടും ഒരു 20 വർഷം പിന്നിട്ടപ്പോൾ 10ന്റെ വലതുവശത്ത് വീണ്ടും 0 വർധന ഉണ്ടായി. അങ്ങനെ 100 പിന്നീട് 1000 2000 കാലഘട്ടത്തിൽ 2020 14 രൂപയായിരുന്നു. ഇനി ഇപ്പൊ സ്റ്റിൽ 2020 to 2040 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി 2040 വരുന്ന സമയത്ത് എത്രയാവുമെന്ന് നമുക്ക് ഗസ് ചെയ്യാം. കാരണം ഇത്രയും വർഷം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2040 കയറി വരുന്ന സമയത്ത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്ലി മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെറും ഭക്ഷണം കഴിച്ചാൽ മാത്രം പറയല്ലോ. നല്ല വീട് വെക്കണം, നല്ല കാർ വാങ്ങിക്കണം, നല്ല രീതിയിൽ ചികിത്സ, അതുപോലെ തന്നെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, മക്കളുമായിട്ട് നല്ല രീതിയിൽ ട്രിപ്പുകൾ പോകണം, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ മക്കളെ നല്ല രീതിയിൽ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കണം, അല്ലെ? ഒരുപാട് നീഡ്സ് നമുക്ക് ഇതൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഉള്ള കാലഘട്ടത്തിൽ ഫുൾഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. നമുക്ക് നോക്കാം, ഞാനിവിടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ 100% പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ 90% ആളുകൾ വരുന്നത് എംപ്ലോയീസോ സെൽഫ് എംപ്ലോയിയോ ആയിട്ടുള്ള കാറ്റഗറിയിലാണ്. എന്നാൽ ലോക ജനസംഖ്യയുടെ 10% മാത്രമാണ്
ബിസിനസ്മാനോ ഇൻവെസ്റ്ററോ ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലോക സമ്പത്തിന്റെ 100% എടുത്തു കഴിഞ്ഞാൽ അതിലെ വെറും 10% ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 90% ആളുകളുടെ കയ്യിലുള്ളൂ. എന്നാൽ ലോക സമ്പത്തിന്റെ 90% എടുക്കുകയാണെങ്കിൽ അത് വെറും 10% ആൾക്കാരുടെ കയ്യില്ല. നമുക്കറിയാം ബിസിനസ്മാനും അതുപോലെ തന്നെ ഇൻവെസ്റ്ററും ആരാ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ആഗ്രഹമുണ്ട് എംപ്ലോയിന്നോ സെൽഫ് എംപ്ലോയിന്നോ ഒരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് ആശയം എന്ന് പറയാൻ പറ്റില്ല, മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് തന്നെ. ക്യാപിറ്റൽ, ഒരു വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ നമുക്ക് വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്കിലേക്ക് ഒരു ബിസിനസ്സുകാരനാവാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്. തീർച്ചയായും ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് IBO സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണർ, അത് ഡയറക്ട് സെല്ലിംഗ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് ലീഗലൈസ് ചെയ്ത് ഗവൺമെന്റിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒട്ടനവധി കമ്പനികളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്നാണ് അതിനെ ലീഗലൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് വളരെ വ്യക്തമായിട്ട് വരുന്നുള്ളൂ. ജസ്റ്റ് ഞാൻ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന നമുക്കറിയാം ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. ട്രംപിന് സ്വന്തമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. അതായത് IBO സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേര് ട്രംപ് നെറ്റ്വർക്ക് എന്നാ. അതുപോലെ തന്നെ വാരൻ ബഫറ്റ് ലോകത്തിലെ 7ാമത്തെ കോടീശ്വരനാണ്. അതായത് മെയിൻ ഹോബി എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന് 3 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വാരൻ ബഫറ്റിനുള്ളത്. ഈ ഒരു IBO സിസ്റ്റത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സ് ആണ്. കാരണം അദ്ദേഹം നമുക്കറിയാം ലോക കോടീശ്വരന്റെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബിൽ ഗേറ്റ്സ്. നമ്മളെ മൈക്രോസോഫ്റ്റിന്റെ ഓണറാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐ വുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ആൾ പിക്ചർ കാണാം, ഡെക്സർ യാഗർ. തീർച്ചയായിട്ടും ഈ IBO സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ പറയാതിരിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഡെക്സർ യാഗർ. കാരണം ഇന്ന് 80 വർഷത്തോളമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ പ്രമുഖ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഒരു രൂപ പോലും മുതൽ മുടക്കാതെ വന്നൊരു വ്യക്തിയുടെ ഇന്ന് ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 3600 കോടി രൂപയാണ്. അപ്പോൾ ഇന്ന വ്യക്തി മരണപ്പെട്ടു, 2019 മരണപ്പെട്ടു. പക്ഷെ ഇന്നും അദ്ദേഹത്തിന് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ്. ഓക്കെ, അപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് വളരെ ശക്തമായിട്ട് IBO സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ 2016 ആദ്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് IBO സിസ്റ്റത്തിന് ഗൈഡ് ലൈൻസ് പുറപ്പെടുവിപ്പിക്കുന്നത്. അതിനെ മോണിറ്റർ ചെയ്യാനായിട്ട് 2018 കേരളത്തിൽ ഇതിനൊരു ഗൈഡ് ലൈൻ സിസ്റ്റം, മോണിറ്ററിംഗ് സിസ്റ്റം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാർ കൊണ്ടുവരുന്നത്. അത് ഇനാഗുറേറ്റ് ചെയ്തിരുന്നത് നമ്മുടെ മുമ്പത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്ന P. തിലോത്തമൻ സാറായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് IBO സിസ്റ്റത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരാണ് ഇവിടെ കാണുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ IBO സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ബിസിനസ് ഓണേഴ്സിനും നിങ്ങൾ ഏത് പാർട്ടിയുടെ വ്യക്തിയാണോ ആ പാർട്ടിയുടെ യൂണിയൻ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. BMS ആയിക്കോട്ടെ, INTUC ആയിക്കോട്ടെ, CITU ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പാർട്ടി, AITUC, STU ഏത് പാർട്ടി ആണെങ്കിലും നിങ്ങൾക്ക് പാർട്ടിയുടെ സപ്പോർട്ടും കൂടി ഈ IBO സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമുക്കറിയാം ഈ വരുന്ന ഫെബ്രുവരി 19 ഇനി ഇതിനൊരു ഏറ്റവും സൂപ്പറായിട്ട് ഒരു കേരള ഗവൺമെന്റ് ഇതിനൊരു വെബ്സൈറ്റ് പോലും അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് IBO സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന കൃത്യമായിട്ട് ഗവൺമെന്റ് ഗൈഡ്ലൈൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ലിസ്റ്റ് നമ്മുടെ മുഖ്യമന്ത്രി ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായിട്ടും 2018 കേരളത്തില് മോണിറ്ററിംഗ് മെക്കാനിസം സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനിയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂരാണ്. സെൻട്രൽ കൺസ്യൂമർ അഫയേഴ്സിൽ ലിസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ കൃത്യമായിട്ട് 6 വർഷമായിട്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തിട്ടും അതുപോലെ തന്നെ കൃത്യമായിട്ട് ടാക്സും GST DDS എല്ലാം അടച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും എല്ലാ ഗൈഡ് ലൈൻസും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ കമ്പനിയാണ് ഓക്സിജനോ ഇന്റർനാഷണൽ. ഈ കമ്പനിയുടെ വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയുന്നത് 2035 കയറി വരുന്ന സമയത്ത്
ലോകത്തൊരു 500 കമ്പനീസ് എടുക്കുകയാണെങ്കിൽ, ഫോർച്യൂൺ കമ്പനീസ് എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും ടോപ്പ് 10ൽ എത്തിച്ചേരുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ. അതിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയി മാറുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷൻ. മിഷൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാ ജനങ്ങളിലേക്കും നല്ല ആരോഗ്യവും അതുപോലെ തന്നെ നല്ല സമാധാനവും നല്ല സമ്പത്തും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ മിഷനായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ എന്താണ് ഈ കമ്പനി മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നുള്ളത്. തീർച്ചയായും ഒരു 6 പ്രൊജക്റ്റുകളാണ് ഈ കമ്പനി മുമ്പോട്ട് വെക്കുന്നത്. ഒന്ന് ഓക്സി ചാനൽ പാർട്ട്ണർ സിസ്റ്റം, 2 ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ, 3 ഓക്സി സ്മാർട്ട് ടീ ഷോപ്പ്, 4 ഓക്സി സിറ്റി, 5 ഓക്സി പേ, 6 ഓക്സി സർവീസസ്. ഇതെന്താ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഓക്സി ചാനൽ പാർട്ട്ണർ സിസ്റ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൽ കാണുന്ന ഒരുപാട് എംബ്ലംസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ലോഗോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആമസോൺ ഉണ്ട്, ഓയോ ഉണ്ട്, ഫ്ലിപ്കാർട്ട്, യൂബർ, സൊമാറ്റോ. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്മാർട്ട് ടീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതിൽ ഇവരൊക്കെ ചെയ്ത സിസ്റ്റം എന്താണ്? ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷനുകളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആമസോൺ എന്താ ചെയ്തത്? ഒരു കൂട്ടം വെൻഡേഴ്സിനെയും ഒരു കൂട്ടം കസ്റ്റമേഴ്സിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ഇന്ന് കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 50 ലക്ഷം കോടി രൂപയാണ്. ഓയോ എന്താ ചെയ്തത്? ഒരു കൂട്ടം ഹോട്ടൽ റൂംസിനെ ഒരു ആപ്ലിക്കേഷനിലേക്ക് കണക്ട് ചെയ്തു, കുറച്ച് കസ്റ്റമേഴ്സിനെ ആപ്ലിക്കേഷനിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ആ കമ്പനിയുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 5000 കോടിക്ക് മുകളിലായി. യൂബർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്ത് ടാക്സി അല്ലെ? ഒരു കൂട്ടം ടാക്സിക്കാരെയും ഒരു കൂട്ടം യാത്രക്കാരെയും ഒരു ആപ്ലിക്കേഷന്റെ അതിൽ കൊണ്ടുവന്നപ്പോൾ ഇന്ന കമ്പനി നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 10.5 ലക്ഷം കോടി രൂപയാണ്. സൊമാറ്റോ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എന്താണ്? ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ആണ് അല്ലെ? സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ. അത് ഒരു കൂട്ടം ഹോട്ടൽസിനെ സൊമാറ്റോയിലേക്ക് കണക്ട് ചെയ്തു, ഒരു കൂട്ടം കസ്റ്റമേഴ്സിനെ ഈ ആപ്ലിക്കേഷനിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് സൊമാറ്റോ ചെയ്തത്. ഇതുപോലെ ഒരു കണക്റ്റിംഗ് സിസ്റ്റം വരുന്ന ഒരു ചാനൽ പാർട്ട്ണർ സിസ്റ്റം തന്നെയാണ് സ്മാർട്ട് ടീ ഷോപ്പി എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മുടെ ആപ്ലിക്കേഷന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് 2030 ആകുമ്പോൾ 1 ട്രില്യണിലേക്ക് എത്തുക, 2035 ആകുമ്പോൾ 10 ട്രില്യൺ, 2040 ആകുമ്പോൾ 100 ട്രില്യൺ. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി, 10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കോടി, 100 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 100 ലക്ഷം കോടിയിലേക്ക് എത്തുക എന്നുള്ളതാണ് കമ്പനിയുടെ വിഷനായിട്ട് വരുന്നത്. ഇനി ഇത് എങ്ങനെ എത്തും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ട് ടീ ഷോപ്പിലൂടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. അതായത് ഒരു കൂട്ടം കച്ചവട സ്ഥാപനങ്ങളെയും ഒരു കൂട്ടം കസ്റ്റമേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. നമ്മുടെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും, ടെക്സ്റ്റൈൽസ് ഉണ്ടാവും, ഹോട്ടൽസ് ഉണ്ടാവും, ഫർണിച്ചർ. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഓക്സിയുടെ സ്മാർട്ട് ടീ ഷോപ്പി ആപ്ലിക്കേഷനിലേക്ക് കണക്ട് ചെയ്യും. ഇനി ഈ ആപ്ലിക്കേഷൻ മുഖാന്തരം കസ്റ്റമേഴ്സ് ഈ ഷോപ്പുകളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിലവിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ ഓക്സി സ്മാർട്ട് ടീ ഷോപ്പി കസ്റ്റമേഴ്സിന് വില കുറച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അത് ഓരോ പിൻകോഡിലും നമ്മൾ എല്ലാ ഷോപ്പുകളും, എല്ലാ കാറ്റഗറിയിലുള്ള ഷോപ്പുകളും നമ്മൾ ടൈപ്പ് ആക്കും. അപ്പോൾ ഷോപ്പ് ഓണേഴ്സിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ നിലവിൽ ഷോപ്പുകൾ സ്വന്തമായിട്ട് നടത്തുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? സ്മാർട്ട് ടീ ഷോപ്പിന്റെ ഭാഗവത്തായിട്ട് മാറാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒന്ന് അഡ്വർടൈസ്മെന്റ് ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പരസ്യം കിട്ടും. അതുപോലെ തന്നെ പെർമനന്റ് കസ്റ്റമേഴ്സിന് കിട്ടും, സെൻട്രലൈസ്ഡ് പർച്ചേസ് കിട്ടും, അതുപോലെ തന്നെ ഓൺലൈൻ സപ്പോർട്ടും കിട്ടും. ഈ സെൻട്രലൈസ്ഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഒരു 1000 ഗ്രോസറി ഷോപ്പൊക്കെ ഓക്സി സ്മാർട്ട് ടീ ഷോപ്പിൽ നമ്മൾ ടൈപ്പ് ആക്കി കഴിഞ്ഞാൽ ഈ 1000 ഷോപ്പിലേക്കുള്ള ലൂസ് ഐറ്റംസ്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചസാര, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ റൈസ് ഐറ്റംസ്, ഇതൊക്കെ കമ്പനി ബൾക്കായിട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ സ്മാർട്ട് ടീ ഷോപ്പിൽ ടൈപ്പ് പല ഷോപ്പുകാർക്ക് കിട്ടാൻ വേണ്ടി പോകും. ഓൺലൈൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടാണ് ഓൺലൈൻ സപ്പോർട്ട് കൃത്യമായിട്ട് ലഭ്യമാവുള്ളൂ. അതിൻ്റെ ഒരു സിമ്പിൾ ഒരു ഐഡിയ ഞാൻ നിങ്ങളിലേക്ക് തരാം. അതായത് ഇപ്പോൾ ഒരു പിൻകോഡ് നിങ്ങൾ നിങ്ങളുടെ 1 2 3 4 5 6 എന്ന് പറഞ്ഞ പിൻകോഡ് നിങ്ങൾ എൻ്റർ ചെയ്തു, ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്തു, അതിൽ ABC സൂപ്പർ മാർക്കറ്റ് കണ്ടു, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ABC സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണോ ഇതെല്ലാം ആഡ് ടു കാർട്ടിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ആമസോണും ഫ്ലിപ്കാർട്ടിലും എങ്ങനെയാണോ വാങ്ങുന്നത് അത് ആ ABC സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് വരാൻ വേണ്ടി പോകുന്നത്. അതുമാത്രമല്ല നമുക്കറിയാം ഒരു എയുടെ കാലഘട്ടമാണ്. ഫീൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തക്കാളിക്ക് ആണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്കത് ടച്ച് ചെയ്ത് ആ ഒരു ഫീൽ ചെയ്തുകൊണ്ട് തന്നെ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിക്ക് നമ്മൾ ഇനി ഇതിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 1000 ഷോപ്പുകൾ ഓക്സി പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും, മെമ്പർഷിപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓക്സിയിൽ ജോയിൻ ചെയ്യുന്ന കമ്പനിയുടെ പ്രീ ലോഞ്ചിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഓക്സിയിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ 1 കോടി കസ്റ്റമേഴ്സിന് കമ്പനി 10,000 രൂപയുടെ റെഡീം കൂപ്പൺ ഫ്രീ ആയിട്ട് കൊടുക്കും. അബ്സല്യൂട്ട്ലി ഫ്രീ. ഇനി കമ്പനിയുടെ രണ്ടാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഉള്ള രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, ഇന്ന് ലോകത്തിൽ തന്നെ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ പ്രിവെൻഷൻ കെയർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് നമ്മുടെ ഓക്സി എന്ന് പറഞ്ഞ കമ്പനി. അതിലെ പ്രൊജക്റ്റ് ആണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ്. നമുക്കറിയാം ഷുഗർ, തൈറോയിഡ്, അതുപോലെ തന്നെ അലർജിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, PCOD പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മൈഗ്രെയിൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഫുഡ് ഹാബിറ്റ് കൊണ്ട് സംഭവിച്ചാണ്. അപ്പൊ ഇതിനൊക്കെ ഭക്ഷണത്തിലൂടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഇന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏകദേശം 15ഓളം പ്രൊഡക്റ്റുകൾ ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസിന്റെ ഭാഗമാണ്. ആ കമ്പനിയുടെ എല്ലാ പ്രൊഡക്ട്സും GMP ലൈസൻസ്, ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസ്, ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ്, അതുപോലെ തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ, ISO സർട്ടിഫിക്കേഷൻ, എല്ലാ ലൈസൻസോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ. തീർച്ചയായിട്ടും പറഞ്ഞു, പണം മാത്രമല്ല ഇവിടെ, ഡിസ്കൗണ്ട് മാത്രമല്ല, നമ്മുടെ ആരോഗ്യവും കൂടി നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും സൂപ്പർ അവസരമാണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം 100% നാച്ചുറൽ ആണ്, 100% ഹെർബൽ ആണ്, 0 കെമിക്കൽ ആണ്, 0 ആർട്ടിഫിഷ്യൽ ഫ്ലേവർ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ പ്രൂവൻ റിസൾട്ട് ആണ്. കാരണം 6 വർഷമായിട്ട് ഇന്ന് മാർക്കറ്റിൽ വളരെ സക്സസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അപ്പോൾ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും മറ്റുള്ളത് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആരാണ് ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ PDF നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി കമ്പനിയുടെ അപ്കമിംഗ് പ്രൊജക്റ്റ് ഞാൻ പറഞ്ഞു, എന്നാണോ 10 ലക്ഷം കമ്മ്യൂണിറ്റി ആവുന്നത് ആ സമയത്ത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യും. ഓൾറെഡി വെബ്സൈറ്റ് ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇപ്പൊ നിങ്ങൾ പിൻകോഡ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സി പേ അപ്കമിംഗ് പ്രൊജക്റ്റ് ആണ്. ഓക്സി പേ എന്ന് പറയുന്നത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ആപ്ലിക്കേഷൻ ആണ്. ഓക്സി സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓക്സി സർവീസസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് ആളുകൾ ആവശ്യമാണോ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പ്ലംബർ ആവശ്യമാണെങ്കിൽ ഓക്സി സർവീസിൽ ക്ലിക്ക് ചെയ്യാം, നിങ്ങളെ പിൻകോഡ് എൻ്റർ ചെയ്യാം. ആ പിൻകോഡിൽ പ്ലംബർ വേണമെന്നുണ്ടെങ്കിൽ പ്ലംബറുടെ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഉണ്ടാവും. എന്തൊക്കെ സർവീസ് ആണോ അതെല്ലാം നമുക്ക് ഓക്സി സർവീസിൽ ഭാവിയിൽ ലഭ്യമാവും. ഇതൊക്കെ 10 ലക്ഷം കമ്മ്യൂണിറ്റി ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ നിലവിൽ ലൈവായിട്ട് നിൽക്കുന്ന 2 പ്രൊജക്റ്റുകൾ, ഒന്ന് ഓക്സി ന്യൂട്രാസ്യൂട്ടിക്കൽസും 2 ഓക്സി ചാനൽ പാർട്ണർ സിസ്റ്റമാണ് ഇന്ന് ലൈവായിട്ട് നിൽക്കുന്നത്. ഇനി ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആഗ്രഹിച്ചിട്ടായിരിക്കാം ഇതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 2 രീതിയിലാണ് ഓക്സി കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ സാധിക്കുന്നത്. ഒന്ന്, ഓക്സി കസ്റ്റമർ ആയിട്ട് വരാം. ഓക്സി കസ്റ്റമർ ആയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കമ്പനി നിങ്ങൾക്ക് ഒരു 10,000 രൂപയുടെ ഫ്രീ റെഡീം വാലറ്റ് തരും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ടൈപ്പ് ഓക്സി സ്മാർട്ട് ഷോപ്പി ആപ്ലിക്കേഷനുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് 1% മുതൽ 20% വരെയാണ് ഓക്സി പ്ലാറ്റ്ഫോം ചാർജ് ആയിട്ട് ഇതിലേക്ക് വാങ്ങുന്നത്, ആപ്ലിക്കേഷനിലേക്ക് വാങ്ങുന്നത്. അതിന്റെ 40% പ്ലാറ്റ്ഫോം ചാർജ് കമ്പനിക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ 40% കസ്റ്റമേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് 10,000 രൂപ വരെ ഫ്രീ ആയിട്ട് റെഡീം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ സ്മാർട്ട് ഷോപ്പി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ പിൻകോഡിലും ഈച്ച് കാറ്റഗറിയിൽ 2 ഷോപ്പുകളാണ് നമ്മൾ ടൈപ്പ് ആക്കുക. അതായത് ഒരു പിൻകോഡിൽ 2 ഗ്രോസറി ഷോപ്പ്, 2 ടെക്സ്റ്റൈൽസ്, 2 ഇലക്ട്രോണിക്സ്, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലൊരു ബിസിനസ് ആവണമെന്നുണ്ടെങ്കിൽ, ഇതിലൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കമ്പനിയിലെ പ്രീമിയം മെമ്പർ ആവണം, പ്രീമിയം കസ്റ്റമർ ആവണം. പ്രീമിയം കസ്റ്റമർ ആയി കഴിഞ്ഞാൽ 10,000 അല്ല 1 ലക്ഷം രൂപയുടെ റെഡീം വാലറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് അൺലിമിറ്റഡ് ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് ഷോപ്പിയുടെ ആപ്ലിക്കേഷന്റെ 70%ഓളം പ്രോഫിറ്റ് ഹോൾഡ് ആവാനുള്ള അവസരം. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ പറഞ്ഞു കമ്പനിക്ക് ഒരു സിറ്റി എന്ന് പറഞ്ഞ ഓക്സി സിറ്റി എന്ന് പറഞ്ഞ പ്രൊജക്ട് ഉണ്ട്. ആ ഓക്സി സിറ്റി പ്രൊജക്റ്റിലൂടെ ഫ്രീ ആയിട്ട് നമുക്ക് 1 കോടി രൂപ വില വരുന്ന
വില്ല നമുക്ക് ഏൺ ചെയ്യാനുള്ള നേടിയെടുക്കാനുള്ള അവസരവും ഇതിലുണ്ട്. അതെങ്ങനെയാന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇനി കമ്പനിയിൽ നിങ്ങൾ പ്രീമിയം കസ്റ്റമർ ആയിട്ട് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാം. അതായത് സ്മാർട്ട് ഷോപ്പിംഗ് ആപ്ലിക്കേഷനിലേക്ക് കമ്മ്യൂണിറ്റിയെ രണ്ട് രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. ഒന്ന് ഫ്രീ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പ്രീമിയം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഒരു 100 ആളിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷന്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു 10,000 രൂപയുടെ റെഡിമാലിറ്റി കമ്പനി കൊടുക്കും. ഓക്കെ, ആ 10,000 രൂപ അവർക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എത്ര ആൾക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ 100 ആളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു 10 രൂപയിൽ വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ലിങ്ക് എന്ന് പറയുന്നത് ഒരുപക്ഷെ 1000 രൂപ ആയിരിക്കാം. ഇനി ഒരു 1000 കസ്റ്റമേഴ്സിലേക്ക് നിങ്ങൾക്ക് ലിങ്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം ഒരു 1000 ആളടുത്ത് നിന്ന് 10 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മന്ത്ലി ഇൻകം 10,000 റുപ്പീസ് ആയിരിക്കും. ഇനി നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ്, സോഷ്യൽ മീഡിയ നല്ല ഉപയോഗിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ 5000 ആളിലേക്കൊക്കെ എത്തിക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ സാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 5000 × 10 50,000 രൂപ വരെ മന്ത്ലി ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? സ്മാർട്ട് ഷോപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാം, ജസ്റ്റ് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട്. ഇനി അതല്ല, നിങ്ങളെ പോലെ പ്രീമിയം കസ്റ്റമേഴ്സിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ കൊണ്ടുവരുന്ന കസ്റ്റമർ അടുത്തുനിന്ന് പോലും നമുക്ക് വരുമാനം കിട്ടും. അതെങ്ങനെയാന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളൊരു 10 ആളുകളെ പ്രീമിയം മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് വിചാരിക്കുക. 10 ആളെ കൊണ്ടുവന്ന് ഇപ്പൊ ഫസ്റ്റ് ലെവൽ 10 മെമ്പേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് 10 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മന്ത്ലി ഇൻകം 100 രൂപ. ഇനി നിങ്ങൾ കൊണ്ടുവന്ന 10 ആളുകൾ എന്ത് ചെയ്യാണ്? അവരെ കെയർ ഓഫിലും 10 പ്രീമിയം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരികയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ രണ്ടാമത്തെ ലെവലിൽ 100 മെമ്പേഴ്സ് ആയി. 100 മെമ്പേഴ്സിന്റെ അടുത്ത് നിന്ന് 10 രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് 1000 രൂപ. ഈ സിസ്റ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു പോവുകയാണെങ്കിൽ 6 ലെവലാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് 10 ലക്ഷം കമ്മ്യൂണിറ്റി ആയിട്ടുണ്ടാവും. 10 ലക്ഷം കമ്മ്യൂണിറ്റിയുടെ അടുത്ത് നിന്ന് 10 രൂപ വെച്ച് കിട്ടിയാൽ പോലും മന്ത്ലി ഇൻകം 1 കോടി രൂപയാണ്. ഇങ്ങനെ 19 ലെവൽ വരെ കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? വരുമാനം കൊടുക്കുന്നുണ്ട്. 19 ലെവൽ എന്ന് പറയുന്നത് കോടിക്കണക്കിന് മെമ്പേഴ്സ് ആയേക്കാം. അതുപോലെ തന്നെ ഇനി 10ന്റെ ഡ്യൂപ്ലിക്കേഷൻ പോസിബിൾ അല്ലെങ്കിൽ പോലും 2ന്റെ ഡ്യൂപ്ലിക്കേഷൻ പോസിബിൾ ആണെന്ന് വിചാരിക്കുക. വെറും 2 കമ്മ്യൂണിറ്റി നിങ്ങൾ കൊണ്ടുവന്നു, 2 പ്രീമിയം കസ്റ്റമേഴ്സിന്. ഇവരും 2 പ്രീമിയം കസ്റ്റമേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ 4 മെമ്പേഴ്സ് ആയി. ഇങ്ങനെ 19 ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയും എന്താവും? 10 ലക്ഷം കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടാവും. ഇനി 10 ലക്ഷം കമ്മ്യൂണിറ്റി 10 രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1 കോടി രൂപ ആയിരിക്കും നിങ്ങളെ മന്ത്ലി വരുമാനം. വേണ്ട, 1 രൂപ വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ 10 ലക്ഷം രൂപ ആയിരിക്കും വരുമാനം. അപ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാം ഈ സിസ്റ്റം കറക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആവണ്ടേ എന്നുള്ളത്. വേണ്ട, ഈ 10 ലക്ഷത്തിന്റെ 10% പോസിബിൾ ആണെങ്കിൽ നിങ്ങളുടെ വരുമാനം 10 ലക്ഷം ആയിരിക്കും. വേണ്ട, അതിന്റെ 10%, അതായത് 1% പോസിബിൾ ആണെങ്കിൽ പോലും മന്ത്ലി 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ കസ്റ്റമേഴ്സ്, ഇത് ഈ ഒരു ഇൻകം എന്ന് പറയുന്നത് പാസീവ് ഇൻകം ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രീമിയം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഒരു T11 എന്നുള്ള രീതിയിൽ പ്രൊജക്ട് ഡെവലപ്മെന്റ് ഇൻകം വേറെ തരുന്നുണ്ട്. ഇത് നമ്മുടെ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം ആണെങ്കിൽ പ്രീമിയം കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഡീഷണൽ ഇൻകം കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. പ്രീമിയം കസ്റ്റമർ ആവാനായിട്ട് നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർട്ടപ്പ്, പ്രീമിയം, മില്യൺ, ബില്യൺ, ട്രില്യൺ. 5 രീതിയിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. നിങ്ങൾ ചെറിയ സ്വപ്നവും ചെറിയ ലക്ഷ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചൂസ് ചെയ്യാം. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊജക്റ്റിലെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കമ്പനി എന്ത് ചെയ്യുന്നത്? ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. അല്ലാതെയും കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീറ്റിങ്ങിന്റെ ലിങ്ക് ആരാണോ അയച്ചുന്നത് ആ വ്യക്തികളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 രൂപ പോലും നിങ്ങൾ മുതൽ മുടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കമ്പനിയിലെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊജക്റ്റിലെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത് 10 RPയുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. പ്രീമിയം ആണെങ്കിൽ 100 RP ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെറിയ സ്വപ്നമായിട്ട് വരികയാണെങ്കിൽ സ്റ്റാർട്ടപ്പിൽ വന്നാൽ മതി. അതല്ല, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞ പ്രീമിയം കസ്റ്റമർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യണം 1 ലക്ഷത്തിന്റെ റെഡിമാർട്ട് ഒക്കെ കിട്ടി നിങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് 100 RP പർച്ചേസ് ആണ്.
ഇനി അതുപോലെ തന്നെ കമ്പനിയിൽ ഉള്ള ഒരു സൂപ്പർ ഓപ്ഷനാണ് സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയം. ഈ രണ്ട് പാക്കേജും ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മില്യൺ, ബില്യൺ, ട്രില്യൺ. ഇതിൽ നിലവിൽ ജോയിനിങ് കമ്പനി ഡയറക്റ്റ് ജോയിനിങ് കൊടുക്കുന്നില്ല. ഡയറക്റ്റ് ജോയിനിങ് നിലവിൽ സ്റ്റാർട്ടപ്പ് ഓർ പ്രീമിയത്തിൽ മാത്രമേ ജോയിനിങ് കൊടുക്കുന്നുള്ളൂ. ഇനി സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഒരു 1000+ വരുന്ന ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ്സിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഡയറക്റ്റ് റെഫർ ചെയ്യുകയാണെങ്കിൽ, അത് ഒരു സ്റ്റാർട്ടപ്പ് ID നിങ്ങൾ ഡയറക്റ്റ് റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 രൂപ സ്റ്റാർട്ടപ്പ് ബോണസ് ആയിട്ട് കിട്ടും. അങ്ങനെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്ന് നിങ്ങൾക്ക് 2 വിങ് ഉണ്ടാവും. ഫസ്റ്റ് വിങ്ങിനെ പറയാം ഓൾട്ടർനേറ്റീവ് വിങ്, രണ്ടാമത്തെ വിങ്ങിനെ പറയാം കോപ്പറേറ്റീവ് വിങ് എന്നാണ് പറയാം. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് വിങ്ങിൽ നിങ്ങൾ A എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്നു, കോപ്പറേറ്റീവ് വിങ്ങിൽ B എന്ന് പറഞ്ഞ ആളെ കൊണ്ടുവന്ന് വിചാരിക്കുക. അത് രണ്ട് വിങ് ആണ്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റീവ് വിങ്ങിൽ A വന്നു, കോപ്പറേറ്റീവ് വിങ് B വന്നു, ദെൻ ഓൾട്ടർനേറ്റീവ് വിങ്ങിൽ C വന്നു. ഫസ്റ്റ് പെയർ മാച്ച്, ഇതിൽ പെയർ മാച്ച് എന്നാണ് പറയാം. ഫസ്റ്റ് പെയർ മാച്ച് മാത്രം 2:1 അല്ലെങ്കിൽ 1:2. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണാം ഓൾട്ടർനേറ്റീവ് വിങ്ങിൽ 2 ബിസിനസ് ഉണ്ട്, കോപ്പറേറ്റീവ് വിങ്ങിൽ 1 ബിസിനസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആദ്യത്തെ പെയർ മാച്ച് മാത്രം ഒരു ബിസിനസ് അഡീഷണലി നിൽക്കണം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് വിങ്ങിൽ വന്നാലും മതി, ഓൾട്ടർനേറ്റീവ് വിങ്ങിൽ ഒരു ബിസിനസ് വന്നാലും മതി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് 200 രൂപ ടീം ബോണസ് കിട്ടും. അതിന് പുറമെ അഡീഷണലി സ്റ്റാർട്ടപ്പ് ബോണസ് കിട്ടും. ഓരോ ID റെഫർ ചെയ്യുമ്പോൾ 50 രൂപ കിട്ടും. അതിന് പുറമെ ഓൾട്ടർനേറ്റും കോപ്പറേറ്റും ഹെച്ച് ആവുന്നതിനനുസരിച്ച് ഓരോ പെയർ മാച്ചിനും ഫസ്റ്റ് പെയർ മാച്ച് മാത്രം 2:1 അല്ലെങ്കിൽ 1:2. അതിനുശേഷം വരുന്ന ഓരോ പെയർ മാച്ചിനും 200 രൂപ വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കോപ്പറേറ്റീവ് വിങ്ങിലും ഓൾട്ടർനേറ്റീവ് വിങ്ങിലുള്ള ആൾക്കാരും എത്ര ബിസിനസ് കൊണ്ടുവന്നാലും അവരിന്ന് നിങ്ങൾ കൊണ്ടുവരണമെന്നില്ല. നിങ്ങളെ താഴത്തുള്ള ആളുകൾ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് വിങ്ങിൽ 2 ബിസിനസ് കൊണ്ടുവന്നു, കോപ്പറേറ്റീവ് വിങ്ങിൽ 2 ബിസിനസ് കൊണ്ടുവന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ വരുമാനം 400 രൂപ. 5 ബിസിനസ്സാണ് കൊണ്ടുവന്നെങ്കിൽ 1000 രൂപ. 10 ബിസിനസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 2000 രൂപ വരെ വരുമാനം കിട്ടും. അങ്ങനെ ഒരു ദിവസത്തെ സീലിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 5000 റുപ്പീസ് ആണ്. 5000 രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ന് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ട്രഷർ ക്ലബ്ബ് എന്നുള്ള ഒരു സിസ്റ്റം കൂടി കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തു, പ്രീമിയം ആക്ടിവേഷൻ ചെയ്യാതെയാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട എവരി തേർഡ് പേർ, അതായത് ഫസ്റ്റ് പെയർ മാച്ച് ആകുമ്പോൾ 200 രൂപ കിട്ടി, സെക്കൻഡ് പെയർ മാച്ച് ആകുമ്പോൾ വീണ്ടും 200 കിട്ടി, തേർഡ് പെയർ മാച്ച് ആകുമ്പോൾ വീണ്ടും 200 കിട്ടണം. പക്ഷെ നിങ്ങൾ പ്രീമിയം ആക്ടിവേഷൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ജമ്പ് ചെയ്ത് പ്രീമിയം ID ആക്ടിവേഷനിലേക്ക് കമ്പനി കൺവേർട്ട് ചെയ്യും. അങ്ങനെ എവറി തേർഡ് പേർ എന്താവും, പ്രീമിയം IDയിൽ പോയിട്ട് ഇതുപോലെ പോയിട്ട് ജമ്പ് ആവും. അങ്ങനെ നിങ്ങൾ ID ഓട്ടോമാറ്റിക്കലി പ്രീമിയം ആക്ടിവേഷൻ ആവും. അതുപോലെ തന്നെ പ്രീമിയത്തിൽ നിന്ന് എന്തുണ്ട്, എവറി തേർഡ് പേർ മില്യൺ ക്ലബിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ ട്രില്യൺ ക്ലബിലേക്ക് എത്തുന്ന സമയത്താണ് നമുക്ക് ഒരു വില്ല കമ്പനിയിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി സ്റ്റാർട്ടപ്പ് ഞാൻ പറഞ്ഞു. ഇനി പ്രീമിയം ക്ലബ്ബാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ ഡയറക്ടർ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നത് 500 രൂപയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോപ്പറേറ്റീവ് ഓൾട്ടർനേറ്റീവ് മാച്ച് ആകുന്നത് ഫസ്റ്റ് പെയർ മാച്ച് മാത്രം 2:1 അല്ലെങ്കിൽ 1:2 ആണ്. ഫസ്റ്റ് പെയർ മാച്ച് 2000 റുപ്പീസ് കിട്ടും. 2 പേരാണ് മാച്ച് ആവുന്നെങ്കിൽ നമുക്ക് 4000 രൂപ കിട്ടും. 5 പേർ മാച്ച് ആകുമ്പോൾ 10,000 കിട്ടും. 10 പേർ മാച്ച് ആകുമ്പോൾ 20,000 കിട്ടും. പ്രീമിയം ക്ലബിൽ ഒരു ദിവസത്തെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രീമിയം പ്ലസ് സ്റ്റാർട്ടപ്പ് എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ ഒരാൾ ഡയറക്ടർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 550 രൂപയായിരിക്കും. നമ്മുടെ കോപ്പറേറ്റീവ് ഓൾട്ടർനേറ്റീവ് മാച്ച് ആകുമ്പോൾ 2200 ആയിരിക്കും കിട്ടുക. അങ്ങനെ ഒരു ദിവസം നമുക്ക് മാക്സിമം 25,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ സ്റ്റാർട്ടപ്പ് IDയും പ്രീമിയം IDയും ഒരുമിച്ചാണ് ആക്ടിവേഷൻ ആക്കുന്നെങ്കിൽ ഒരു 5 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്നവരെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ നിന്ന് എവരി തേർഡ് പേർ മില്യൺ ക്ലബിലേക്ക് ജമ്പ് ചെയ്യില്ല. അത് കമ്പനി ഡുവൽ ആക്ടിവേഷൻ എടുക്കുന്നവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രിവിലേജാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പനി കൊടുക്കുന്നത് ITB എന്ന് പറയുന്ന ഒരു ഇൻകം, അതായത് ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ്. കമ്പനിയിൽ നടക്കുന്ന ഓരോ ആക്ടിവേഷനിൽ നിന്നും 5% കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ടേൺ ഓവർ ബെനിഫിറ്റ് എന്നുള്ള ഒരു പൂളിലേക്ക് കമ്പനി മാറ്റി വെക്കുന്നുണ്ട്. ആ പൂളിൽ നമുക്കത് എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന ഈ റാങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യണം. റാങ്ക് അച്ചീവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്, ഒരു ക്രൈറ്റീരിയ ഇല്ല. ഓക്സി റൈസർ എന്ന് പറയുന്ന റാങ്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ 10,000 രൂപ ബൈനറിയിൽ വരുമാനം വാങ്ങി കഴിഞ്ഞാൽ 5,000 രൂപ നിങ്ങൾക്ക് അഡീഷണലി കമ്പനി വരുമാനം തരും. 20,000 രൂപ നിങ്ങൾ ഓക്സിലോട് വരുമാനം വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10,000 രൂപ അഡീഷണലി കിട്ടും.
അത് ഒറ്റയടിക്കല്ല കിട്ടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് 1 കോടി രൂപയുടെ ബിസിനസ് ഓക്സിൽ കയറി എന്ന് വിചാരിക്കാം. അതിന്റെ 5% ആണ് കമ്പനി ITBയിലേക്ക് മാറ്റിവെക്കുന്നത്. 5% എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു 5 റാങ്കുകളിലാണ് ആളുകൾ അച്ചീവ് ചെയ്തതെങ്കിൽ ഈ 5 റാങ്കിലേക്കും ഈക്വൽ ആയിട്ട് വീതിക്കും. അപ്പോൾ ഓരോ റാങ്കിലും 1 ലക്ഷം വെച്ച് കമ്പനി വെക്കും. അതിൽ എത്ര ആളാണോ അച്ചീവ് ചെയ്തിട്ടുള്ളത് അവർക്ക് ഈക്വൽ ആയിട്ട് എവറി മന്ത് വീതിച്ചു കൊടുക്കുന്ന സിസ്റ്റമാണ് കമ്പനിയിലുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വളരെ സീരിയസ് ആയിട്ട് വന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 1 രൂപ പോലും മുതൽ മുടക്കാതെ ഒരു സിംഗിൾ പർച്ചേസോട് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ കഴിവും വലിയ ഇതൊന്നും വേണ്ട. നമ്മുടെ സിസ്റ്റത്തിനൂടെ കട്ടക്ക് നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 10 മാസം കൊണ്ട് ഒരു 7.5 ലക്ഷം രൂപ മന്ത്ലി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. എങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നത് 2 പ്രീമിയം കസ്റ്റമേഴ്സിന്, അതായത് ഡുവൽ ക്ലബ് ആക്ടിവേഷൻ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മന്ത് വരുമാനം എന്ന് പറയുന്നത് 3300 രൂപയായിരിക്കും. നിങ്ങൾ കൊണ്ടുവന്ന 2 ആളെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് 2 കോണ്ടാക്ട് എടുപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിൽ 4 മെമ്പേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വരുമാനം 4400 ആയിട്ടുണ്ടാവും. ഇത്തരത്തിൽ 10 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 11,26,400 ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കമ്പനി മാക്സിമം സ്റ്റാർട്ടപ്പ് പ്ലസ് പ്രീമിയത്തിന് മാക്സിമം പെർ ഡേ കൊടുക്കുന്നത് 25,000 രൂപ മാത്രമാണ്. അപ്പൊ അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മന്ത്ലി ഇൻകം മാക്സിമം 7.5 ലക്ഷം രൂപ വരെ ഉണ്ടാക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, ഇവിടുത്തെ ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല കേട്ടോ. ഏറ്റവും വലിയ ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകം. നമ്മൾ ഈ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന എല്ലാം എന്തിനാണ്? സ്മാർട്ട് ടീ ഷോപ്പി എന്ന് പറയുന്ന ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ്. സ്മാർട്ട് ടീ ഷോപ്പ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കസ്റ്റമേഴ്സും സ്മാർട്ട് ടീ ഷോപ്പി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റിലും ടെക്സ്റ്റൈലിലും ഗ്രോസ് ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിലേക്കുള്ള കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള കമ്പനി തരുന്ന ടി എലവൻസ് മാത്രമാണ് ഈ 7.5 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടപ്പ് പ്രീമിയം ബില്യൺ ട്രില്യൺ മില്യണിൽ കമ്പനി പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കെങ്കൻ വാട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ റേഡോ വാച്ച് അല്ലെങ്കിൽ ഡയമണ്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ കാര്യങ്ങൾ പ്രൊഡക്റ്റ് ആയിട്ട് കമ്പനി കൊടുക്കുന്നുണ്ടാവുക. ബില്യൺ ക്ലബിലാണെങ്കിൽ കമ്പനി ലാൻഡ് ആയിരിക്കും. ട്രില്യൺ ക്ലബിൽ കമ്പനി കൊടുക്കുന്ന ബില്ലാണ്. അതുപോലെ തന്നെ നമ്മൾ ഓക്സി സ്മാർട്ട് ടീ ഷോപ്പി ആപ്ലിക്കേഷനിലേക്ക് ആരാണ് ഷോപ്പുകളെ കണക്ട് ചെയ്യുന്നത് അവർക്ക് കമ്പനി അഡീഷണൽ വരുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, ഈ പ്രൊഡക്ട്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് റീപർച്ചേസിങ് എന്നുള്ള രീതിയിൽ വേറെ ഇൻകം ഇതിലുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോമിനി ഫെസിലിറ്റി ആണ്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് തുടരാൻ പറ്റാത്ത സിറ്റുവേഷൻ വരികയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും എന്നതിൽ തർക്കമില്ല. കാരണം ഒരുപക്ഷെ നമ്മുടെ ഫാമിലിക്ക് പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതായത് വേണ്ടപ്പെട്ടവർക്ക് പോലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ ഓക്സി വളരെ ആത്മാർത്ഥമായിട്ട് 1-2 വർഷം നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഓക്സിയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നോ ഇതെല്ലാം നിങ്ങളുടെ നോമിനിക്ക് കമ്പനി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഡെക്സർ യാഗർ എന്ന് പറയുന്ന വ്യക്തി 2019 മരിച്ചെങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് 15 കോടി രൂപക്ക് മുകളിലാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കാരണം വെച്ചാൽ നമ്മൾ ഇനിയെങ്കിലും ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും അത് റൺ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പനി പ്രീമിയം കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, യൂണിയൻ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% എന്താണ് റിട്ടേൺ പോളിസിന്റെ 30 days. അതുപോലെ തന്നെ വീക്ക്ലി 2 times ആണ് ബാങ്കിലേക്ക് കമ്പനി ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. എല്ലാ വരുമാനത്തിനും 10% എന്ത് ചെയ്യുന്നുണ്ട് TDS ആൻഡ് സർവീസ് ചാർജ് കമ്പനി ഈടാക്കുന്നുണ്ട്. നിങ്ങൾ ഒരു ID ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ചൈൽഡ് ID ആയിട്ട് കോപ്പറേറ്റീവ് മോട്ടറായിട്ടും നിങ്ങളുടെ പേരിൽ തന്നെ കമ്പനി അഡീഷണൽ ID തരുന്നുണ്ട്. റൈറ്റ് ഡിസിഷൻ ആൻഡ് റൈറ്റ് ടൈം. ഇനി തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റലൈസേഷൻ, അതുപോലെ തന്നെ ഫിനാൻസ്, അതുപോലെ തന്നെ വെൽനസ്. ഈ ഒരു 3 മേഖലയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള മേഖല എന്ന് പറയുന്നത്.
ഈ 3 മേഖലയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രൊജക്റ്റ് ആണ് ഓക്സി എന്ന് പറയുന്നത്. ഒരൊറ്റ വർഷം ഓക്സിയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. ഇന്ന് തന്നെ തീരുമാനം എടുക്കുക. ആരാണോ ഈ മീറ്റിംഗിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. എനിക്ക് ഇത്രയും നേരം എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എനിവേ വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. ഐ റെസ്പെക്ട് യു ആൾ.